ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഷവർമ ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഷവർമ ബ്രെഡ് ബോക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കന് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ഇല്ലെങ്കിൽ എല്ലോട് കൂടിയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രൈ ആക്കിയതിന് ശേഷം അതിൽ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിന് ചെറിയൊരു മാരിനേഷൻ കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു മസാല മാത്രം മതി, ഓവർ ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി ഒരു ടേബിൾ സ്പൂണോളം സുർക്ക ഇത്ര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വന്നതിന് ശേഷം ചിക്കന് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇന്നും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ ചിക്കനൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷവർമയിലേക്കുള്ള. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആ ചിക്കന് ഫ്രൈ ആക്കിയത്, ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയില, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 വലിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, ഇനി 3 ക്യാരറ്റ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. കണ്ടല്ലോ, ഈ ഒരു സൈസിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 കപ്പോളം കേബേജ് ഉണ്ട് കേട്ടോ, അതും ചെറിയതാക്കി അരിഞ്ഞ് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് തക്കാളി, ഒരു വലിയ സൈസിലുള്ള തക്കാളി, ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളി കൂടി പോവണ്ട, ഒരു തക്കാളി എടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കുഴച്ചെടുക്കാൻ നമുക്ക് ഇതിലേക്ക് മയോണൈസും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഹോം മെയ്ഡായിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എഗ്ഗിൻ്റെ യോക്കും വൈറ്റൊന്നും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല കേട്ടോ, മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എഗ് യോക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വൈറ്റ് മാത്രം എടുത്തിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മയോണൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ലതുപോലെ തന്നെ പതഞ്ഞ് വരുന്നത് വരെ ഇത് അരിച്ചെടുക്കണം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മയോണൈസ് റെഡിയായി കിട്ടും. കണ്ടാൽ അത് അത്യാവശ്യം 1 മിനിറ്റൊക്കെ ഒന്ന് അരിച്ചപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു ബാറ്റർ തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ഒരു 1/4 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരാനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓവർ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് മാറും. അപ്പോൾ കണ്ടല്ലോ, ഇതിവിടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് മാറും കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കണ്ടല്ലോ, ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. മിക്സിയുടെ ജാറിലൊന്നും അരച്ചെടുക്കരുത് കേട്ടോ, കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ ഇതിലേക്ക് നമുക്ക് കക്കരിക്ക ഉണ്ടല്ലോ, കക്കരിക്ക ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. കക്കരിക്ക ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ കക്കരിക്ക ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം മാക്സിമം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കക്കരിക്ക ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടി പോവും കക്കരിക്ക ഉണ്ടാകുമ്പോൾ. ഇനിയിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, മയോണൈസിലും ഉപ്പുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തതിലും ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ കുരുമുളക് പൊടി ഒരു അത്യാവശ്യം ഇട്ട് കൊടുക്കട്ടോ, ആ ഒരു എരിവുണ്ടായിക്കോട്ടെ. ഇനി അതിലേക്ക് റെഡിയാക്കിയിട്ട് വെച്ച മയോണൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ കുറവുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ മൊത്തമായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഷവർമയുടെ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മൈദ കുഴച്ചിട്ട് പരത്തിയെടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും കൂടെ ഇതിലൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓവർ ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. 2 കപ്പ് മൈദ എടുത്തിട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതാണ്. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ബോൾസ് ആക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടായിക്കൊണ്ടട്ടെ, നമുക്ക് ആ ബ്രെഡ് മൊത്തമായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാനുള്ള വലുപ്പത്തിൽ ആയി കിട്ടണം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കട്ടോ. അപ്പോൾ 2 ഭാഗത്തും പൊടി ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ മൈദയാകുമ്പോൾ നമുക്ക് പരത്തുന്നതിനനുസരിച്ച് ഒന്നിങ്ങോട്ട് തന്നെ വലിഞ്ഞ് വരാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ഇതുപോലെ വലിച്ചിട്ട് പരത്തി കൊടുക്കുക. തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മാക്സിമം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ആ ബ്രെഡിലേക്ക് റെഡിയാക്കിയിട്ട് വെച്ച ആ ഷവർമ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ഫില്ലിങ് ഉണ്ടാകുമ്പോഴാണ് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ആ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു സൈഡ് ഭാഗത്തേക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ ആക്കി കൊടുക്കട്ടോ ഫില്ലിങ്. അപ്പോൾ എത്രത്തോളം ഫില്ലിങ് വെക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് മറ്റൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് പരത്തി വെച്ചിട്ടുള്ള 6 പത്തിരി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ആദ്യം 2 ഭാഗവും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് മറ്റേ 2 സൈഡും ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് വേണം കേട്ടോ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ. മൈദ ആയതുകൊണ്ട് തന്നെ ഒന്ന് മെല്ലെ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, തനിയെ തന്നെ അവിടെ ഒട്ടി നിന്നോളൂ. ഇനിയിപ്പോൾ തീരെ ഒട്ടൊന്നുമില്ല, നമ്മൾ പരത്തിയെടുത്ത സമയത്ത് ഓവർ പൊടിയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് വിരലിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മൊത്തമായിട്ട് തന്നെ ആ ഒരു രീതിയിൽ ബോക്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ സിമ്പിളാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ. നമുക്ക് കാണുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിലും പക്ഷെ നമ്മൾ റെഡിയാക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല കേട്ടോ. കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റ്, കുറച്ച് എഫേർട്ട് എടുത്താലും നമുക്ക് കഴിക്കാനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഷവർമ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഉണ്ടല്ലോ എല്ലാ ബോക്സും ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. ആ ഫോൾഡ് ചെയ്തെടുക്കുന്ന മെത്തേഡൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ 4 ഭാഗവും ഒന്ന് ആക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ താനെ ഒട്ടിക്കോളും. ഇനി നമുക്കിത് ഒരു ബ്രെഡ് ക്രംസിലും കുറച്ച് മുട്ടയിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതിന് പകരം റസ്ക് പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ.
റസ്ക് ഉണ്ടെങ്കിലും റസ്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. റസ്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി 2 മുട്ട ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ടയുടെ മണവും മുട്ടയുടെ രുചിയൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മുട്ട കയ്യിലില്ല എന്നുണ്ടെങ്കിലും കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവറിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ കലക്കിയെടുത്താലും മതി കേട്ടോ. ആ കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടും കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു ബ്രെഡ് ബോക്സും എടുത്തിട്ട് ഇതുപോലെ ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആ ബ്രെഡ് ക്രംസിലും കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. ഉണ്ടല്ലോ, എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ കോട്ടായിട്ട് ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇനി ഓരോ ബോക്സും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ മുട്ടയുടെ മിക്സിന് പകരം കോൺഫ്ലവറിൽ മിക്സ് ആയാലും ഈ ഒരു രീതിയിൽ തന്നെ ആദ്യം ഒന്ന് കോൺഫ്ലവർ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പം എല്ലാ ബോക്സും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഫില്ലിങ്സ് കൊണ്ട് 15ഓളം ബോക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മൊത്തമായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓരോ ബോക്സും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. 2 ഭാഗവും ഒരുപോലെ ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ബോക്സൊക്കെ ഒന്ന് ആ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഉണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മൊത്തമായിട്ട് തന്നെ ഞാനിത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ ആയതുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.